Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു Q&A സെഷനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ പലർക്കും ഈ ഒരു എക്സാമിന്റെ പെട്ടെന്നുള്ള ഈ സിലബസ് ചേഞ്ചും ഒക്കെ തന്നെയും കാരണം ഒരുപാടധികം കൺഫ്യൂഷൻസും ക്ലാരിഫിക്കേഷൻസും ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു Q&A സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് Q&A സെഷൻ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിലെ കമന്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രൂപ്പിലെ മെസ്സേജസ്, അതുപോലെ നമ്മുടെ ഡയറക്റ്റ് മെസ്സേജസ്, വാട്സപ്പിൽ വരുന്ന ഡയറക്റ്റ് മെസ്സേജസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സ്റ്റുഡൻസിന് കോമൺ ആയിട്ടുള്ള ചില ഡൗട്ട്സും അതുപോലെ ക്ലാരിഫിക്കേഷൻ വേണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജനറൽ ആയിട്ട് എല്ലാവർക്കും വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് ഈ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഒരു Q&A സെഷൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് ഓരോ ഡൗട്ട്സ്, അപ്പോൾ ജനറലി എല്ലാവർക്കും വരുന്ന ഡൗട്ട്സ് തന്നെയാണ്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പറേഷനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി സപ്പോർട്ടോ അല്ലെങ്കിൽ മെന്റർഷിപ്പോ ആവശ്യമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെയുള്ള കേരള PSC അപ്ഡേറ്റ്സിനും അതുപോലെ നിങ്ങൾക്ക് വേറെ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസിനും ഒക്കെ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റ് എങ്കിലും നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ വാട്സപ്പ് ത്രൂവും ടെലിഗ്രാം ചാനൽ വഴിയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മീഡിയം ഓഫ് എക്സാം. എക്സാമിൻ്റെ മീഡിയം ഇംഗ്ലീഷാണ്, മലയാളത്തിലല്ല. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. മലയാളം മീഡിയത്തിലല്ല നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്, ഇംഗ്ലീഷിൽ തന്നെ ആണ് കേട്ടോ. സോ സിലബസ് കണ്ടു കാണുമല്ലോ, ആ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇംഗ്ലീഷിലാണ് നമ്മുടെ മീഡിയം ഓഫ് എക്സാം വരുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ്, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എത്രയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം 2024 ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നിങ്ങൾ ഓരോ ജില്ല ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് പോസ്റ്റിംഗ് വേണ്ട ജില്ല കൊല്ലമാണോ, പത്തനംതിട്ടയാണോ, കോട്ടയമാണോ, മലപ്പുറമാണോ, കോഴിക്കോടാണോ, കാസർഗോഡാണോ എന്നിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ എല്ലാ ജില്ലയിലും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് എങ്കിലും നമ്മൾ 2-3 വേക്കൻസിയാണ് ഓരോ ജില്ലയിലും എക്സ്പെക്ട് ചെയ്യാവുന്നത് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ വേക്കൻസീസ് ഉണ്ടാവും എന്നാണ് അറിയുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ കോട്ടയം, അതിനുശേഷം നോക്കുകയാണെങ്കിൽ കോഴിക്കോട്, പിന്നീട് വരുന്നത് മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കുറവ് അപ്ലിക്കൻസ് ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. സോ അവിടെ തന്നെയാണ് കൂടുതൽ വേക്കൻസി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അപ്ലൈ ചെയ്തവർക്ക് കുറച്ചും കൂടെ കോമ്പറ്റീഷൻ ലെവൽ കുറവാണ്. പക്ഷെ ഇത് ഇപ്പോഴത്തെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആണ്. ഇത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ അപ്ലൈ ചെയ്ത നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആണ് നമ്മുടെ കലണ്ടറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പുതിയ സിലബസ് വന്നു. പുതിയ സിലബസിൽ നമ്മുടെ സിലബസ് ടോട്ടലി ചേഞ്ച്ഡ് ആണ്. +2 ലെവൽ എക്സാം ആണ്. അപ്പോൾ മുക്കാൽ പേരും ബാക്കൗട്ട് അടിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കൗട്ട് ചെയ്ത രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സിലബസ് പുതിയതായതുകൊണ്ട് തന്നെ, വിചാരിക്കാത്തൊരു സിലബസ് ആയതുകൊണ്ട് തന്നെ പലരും ഈ ഒരു എക്സാം എഴുതുക എന്നുള്ളതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം വേണം ഇതിൽ ഇനി ശരിക്കും കൺഫേം ആയിട്ട് ഈ ഒരു എക്സാം എഴുതാനായിട്ട് എത്രമാത്രം അപ്ലിക്കൻസ് ഉണ്ടാവും എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി കൺഫർമേഷൻ കൊടുത്താലും എക്സാം എഴുതാൻ വരാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അൺഷുവർ ആയിട്ടുള്ള എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. PSC പ്രൊഫൈൽ ബ്ലോക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഷുവർ ആണെങ്കിൽ മാത്രം കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സിമിലർ കൈൻഡ് ഓഫ് എക്സാംസ്, +2 ലെവലിൽ നടന്നിട്ടുള്ള എക്സാംസ്, അതിന്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം വന്നിരുന്നത്. സിമിലർ കൈൻഡ് ഓഫ് എക്സാംസ് വന്നിട്ടുള്ളത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം, അതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ, കേരള സ്റ്റേറ്റ് ഡയറി ഡെവലപ്മെന്റ് നടത്തിയ ഡയറി ഫാം ഇൻസ്ട്രക്ടർ, അതുപോലെ ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി നടന്നിട്ടുള്ള എക്സാം. ഈ എക്സാംസ് ഒക്കെ +2 ലെവലിൽ നടന്നിട്ടുള്ള ഏകദേശം ഒരേ സിലബസ് ഷെയർ ചെയ്യുന്ന +2 ലെവൽ എക്സാംസ് ആണ്. പക്ഷെ ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് അഡീഷണൽ ടോപ്പിക്, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 3 എക്സാമിനും അഡീഷണൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ജൂനിയർ ലാബ് അസിസ്റ്റന്റിലും അതുപോലെ ലാബ് അസിസ്റ്റന്റ് വാട്ടർ അതോറിറ്റിയിലും MLT പോർഷൻസ് ഉണ്ടായിരുന്നു. MLT പോർഷൻസ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ എക്സാമിൽ ഒരു നീഡുള്ള കാര്യമല്ലെങ്കിലും അതുണ്ടായിരുന്നു കേട്ടോ. MLT 50 മാർക്കിനാണ് ഉണ്ടായിരുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ ഡയറി സയൻസ് ഉണ്ടായിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രസ്തുത സിലബസിനോടൊപ്പം ഉണ്ടായിരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് പറയുന്നത്.
ജൂനിയർ ലാബ് അസിസ്റ്റന്റിലും MLT ആണ് സ്പെഷ്യൽ ടോപ്പിക്. സോ ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉള്ള ഒരു സിലബസ് ആണ് മറ്റ് എക്സാംസിന് ഉണ്ടായിരുന്നത്. നിങ്ങളത് വെച്ച് നോക്കുമ്പോൾ ഈസിയാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയാം. കാരണം നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി അവർക്കുള്ളതുപോലെ സെയിം കൈൻഡ് ഓഫ് സിലബസ് ആണ് നിങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് ആ ഒരു എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ്. ആ ഒരു എക്സാമിന് പഠിച്ച കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എക്സാം പഠിക്കാം എന്നുള്ളതും കൂടെയാണ്. ഇനി സിലബസ് ചേഞ്ച് ആവോ എന്നുള്ളത്, കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് മുന്നേ ചെയ്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര പേര് ഇതിന് കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം കുറേ പേരെങ്കിലും ഈ ഒരു സിലബസ് ചേഞ്ചിനെ അനുകൂലിക്കുന്നവരാണ്. +2 ലെവൽ ആക്കിയാൽ മതി. ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഹെൽത്ത് സർവീസസിൽ വരുന്ന നഴ്സുമാർ ആരെങ്കിലും ഒക്കെ ഈ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് ആവണ്ട എന്നുള്ളൊരു സജഷനുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു സിലബസ് ചേഞ്ച് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അതല്ല, നമ്മൾ ഇത്ര നാൾ പഠിച്ച ആ ഒരു സിലബസ് വേണം, അത് തന്നെയാണ് ആപ്റ്റായ സിലബസ്, അതെനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ട്യൂബർക്ലോസസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കൈൻഡ് ഓഫ് കണ്ടന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സിലബസ് ചേഞ്ചിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് ചേഞ്ച് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം മാസീവായിട്ടൊരു കംപ്ലൈന്റ് പോയാൽ മാത്രമേ ഈ ഒരു സിലബസ് ചേഞ്ച് ഒക്കെ PSC പരിഗണിക്കാനായിട്ട് ചെറുതായിട്ടെങ്കിലും ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ സിലബസ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ കേരള PSCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നേരെ എക്സാമിനേഷൻസ് എന്നൊരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എക്സാം കലണ്ടർ അവൈലബിൾ ആയിരിക്കും. ഒക്ടോബറിലെ കലണ്ടർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് സിലബസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ സിലബസിന്റെ ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും നമുക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ചെയ്യാനുള്ളൂ. ഏതൊരു എക്സാമിനും ഇങ്ങനെ തന്നെയാണ് സിലബസ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ മാത്രമല്ല, ഏതൊരു എക്സാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതറിയാത്തവർക്ക് വേണ്ടി ആ ഒരു കാര്യം ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇനി ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടാവോ എന്ന് ചോദിച്ചവരുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ, ലാബ് അസിസ്റ്റന്റ്, വാട്ടർ അതോറിറ്റി, ഈ 3 എക്സാമിൻ്റെയും കോച്ചിങ്ങും ക്ലാസ്സുകളും നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോച്ചിങ് നമ്മൾ പെയ്ഡ് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴും അവൈലബിൾ തന്നെയാണ്. ഡയറി ഫാമിൻ്റെ പ്ലേലിസ്റ്റ്, അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റിന്റെ പ്ലേലിസ്റ്റ്, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പ്ലേലിസ്റ്റ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾ പഠിക്കേണ്ട. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി എന്ന പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ്. സോ ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ഇനിയും ഒരുപാട് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി ഫ്രീ ക്ലാസ്സസ് വേണ്ടവർ അങ്ങനെ ആക്സസ് ചെയ്യാനായിട്ടും, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ക്ലാസ്സസ് ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓൾഡ് റാങ്ക് ഫയൽ യൂസ്ഫുൾ ആണോ, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ്. അപ്പോൾ അവരോടായിട്ട് പറയാണ്, നിങ്ങൾക്ക് ഓൾഡ് റാങ്ക് ഫയൽ യൂസ്ഫുൾ ആവുന്നത് ഇതിൻ്റെ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ 6 മാസത്തെ ട്രെയിനിങ് ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്സ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് ട്യൂബർക്ലോസസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഈ TB ആയിട്ട് റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ ഒരു എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ജോലി എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ ജോബ് നേച്ചർ വരുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എക്സാം അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ചോദിച്ച് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. നിങ്ങൾ എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് സെൽഫ് അനലൈസ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് ക്വിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എഴുതണ്ടെന്ന് വയ്ക്കാം, കൺഫർമേഷൻ കൊടുക്കാതിരിക്കാം. ഓക്കെ. സോ എക്സാമിൻ്റെ സിലബസ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിരിക്കും, നിങ്ങളുടെ സെൽഫ് ഡിസിഷൻ ആണ് അല്ലേ എക്സാം എഴുതണോ വേണ്ടയോ, കൺഫർമേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. സോ നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നിങ്ങളുടെ കേപ്പബിലിറ്റീനെ പറ്റി നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ടൊക്കെ വേണം ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അതുപോലെ കൺഫർമേഷൻ കൊടുക്കണോ വേണ്ടയോ, സിലബസ് ചേഞ്ച് ആയി കൺഫർമേഷൻ കൊടുക്കണോ വേണ്ടയോ, ഇതും കോമൺ ആയിട്ട് എക്സാം എഴുതണോ വേണ്ടയോ, കൺഫർമേഷൻ കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ പറയട്ടെ, നിങ്ങൾ മിസ് ചെയ്യുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളെ കൊണ്ട് നിങ്ങളൊരു ട്രൈ പോലും ചെയ്യാതെ, നിങ്ങളൊരു എഫേർട്ട് പോലും എടുക്കാതെ ഈ എക്സാം നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. എല്ലാ എക്സാമും ഇങ്ങനെ തന്നെയാണ്.
എല്ലാ എക്സാമിനും അതിൻ്റേതായിട്ടുള്ള എഫേർട്ടും കഷ്ടപ്പാടും ഉണ്ട്. എപ്പോഴും അവസരം എന്ന് പറയുന്നത് കഷ്ടപ്പെടാനും കുറച്ചെങ്കിലും എഫേർട്ട് ഇടാൻ റെഡി ആയവർക്കുമാണ്. ഭാഗ്യം കൊണ്ട് എല്ലാവരും ജയിച്ചു പോവുക എന്നുള്ളത് ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ചെങ്കിലും എഫേർട്ട് ഇടാൻ റെഡി ആയവർ മാത്രം ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനും എക്സാം എഴുതാനും ശ്രമിച്ചാൽ മതി. ഇനി ന്യൂ അഡീഷൻ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കുമോ? പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കി പുതിയൊരു റാങ്ക് ഫയൽ ഇറക്കുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം എന്ന് പറയുന്നത്. പുതിയ റാങ്ക് ഫയൽ ഇറക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു നീഡ് ആണെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്യാനുള്ള മാക്സിമം എഫേർട്സും എടുക്കുന്നതായിരിക്കും. താഴെ കമൻറ്റ് ബോക്സിൽ ഈ റാങ്ക് ഫയലിന് റിക്വസ്റ്റ് ഉള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ എഡീഷൻ റാങ്ക് ഫയൽ, പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കി റാങ്ക് ഫയൽ ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചിട്ട് എത്ര പേരുണ്ട് എന്നതൊക്കെ നോക്കിയിട്ട് വേണമല്ലോ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക. പേഴ്സണലി വാട്സപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടോ നിങ്ങളുടെ ഒരു താല്പര്യം അറിയിക്കാവുന്നതാണ് കേട്ടോ. ഇനി മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് പഠിക്കുക എന്നുള്ളത്. ഒരുപാട് പേര് ചോദിക്കുന്നൊരു, എന്നെ കൊണ്ടാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെയാണ് എഴുതാൻ പോകുന്ന എല്ലാ അപ്ലിക്കൻസും, കൺഫർമേഷൻ കൊടുക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു സിലബസ് പുതിയത് തന്നെയാണ്. ഇനി ഫിസിക്സ് ചിലർ ടോപ്പായിരിക്കും, ചിലർ മാത്സ് ടോപ്പായിരിക്കും, ചിലർ ഫിസിക്സ് അല്ലാണ്ട് ബോട്ടണി സുവോളജി പോർഷൻസ് ആയിരിക്കും അവർക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്ക്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുന്നത് സെൽഫ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഒരു പേജോ എടുത്തിട്ട് നിങ്ങൾ ആദ്യം എഴുതുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, ബോട്ടണി ആണോ, സുവോളജി ആണോ, മാത്സ് ആണോ, ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ എന്നുള്ളത് എഴുതാം. ഇനി അതിൽ ഫിസിക്സിൽ തന്നെ ചില പോർഷൻസ് എങ്കിലും നിങ്ങൾക്ക് ഈസി ആയിരിക്കുമല്ലോ. അതുപോലെ കെമിസ്ട്രിയിൽ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് ടഫായിരിക്കണം എന്നില്ല. അതിൽ ഈസി ടോപ്പിക്സ് ഏത്, ടഫർ ടോപ്പിക്സ് ഏത്, നിങ്ങൾക്ക് ഭയങ്കര ടഫ് പഠിച്ചാൽ തന്നെ കിട്ടില്ല എന്നുറപ്പുള്ള ടോപ്പിക്സ് ഏത് എന്നുള്ളതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, സോ സിലബസ് എടുക്കുക. സിലബസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ഈസിയാണ്, ഫിസിക്സിൽ ഏതൊക്കെ ടോപ്പിക്ക് ടഫാണ്, ഏതൊക്കെ ഒടുക്കത്തെ ടഫാണ് എന്നുള്ളതൊന്ന് എഴുതി വെക്കുക. അതുപോലെ കെമിസ്ട്രിയിലും ബോട്ടണിയിലും സുവോളജിയിലും ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രോബബിലിറ്റി കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഇതിൽ എത്രത്തോളം സിലബസ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും, എത്രത്തോളം പോർഷൻസ് നിങ്ങൾക്ക് ടഫാണ്. അപ്പോൾ സിലബസിൽ എത്രത്തോളം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവുമല്ലോ ഇത് കണ്ടിട്ട്. വീക്ക് ടോപ്പിക്സ്, സ്ട്രെങ്ത്, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ്, നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്ന ടോപ്പിക്സ്, ഇതിൽ എത്രത്തോളം ഉണ്ട് ടഫ്നെസ് ലെവൽ നിങ്ങൾക്ക് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ആദ്യമേ. ഇതിൽ ഈസിയർ ആയിട്ട് തോന്നുന്ന ടോപ്പിക് അല്ലെങ്കിൽ പഠിച്ചാൽ കിട്ടും എന്ന് തോന്നുന്ന ഒരു ഹോപ്പുള്ള ടോപ്പിക്സ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യും, നിങ്ങൾ പെട്ടെന്ന് തന്നെ പഠിക്കാനും സാധിക്കുന്നതായിരിക്കും. ഒട്ടും പഠിച്ചാൽ കിട്ടില്ല, അതിന് വെയിറ്റേജും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു മാർക്കൊക്കെ വെയിറ്റേജിന് വേണ്ടിയിട്ട് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുത്ത് എന്താ പറയുക, ഒരു 3-4 ദിവസം ഇരുന്നിട്ട് അത് പഠിക്കേണ്ട അവസ്ഥയാണെങ്കിൽ അത് പഠിക്കണ്ട. ഒരു മാർക്കേ വെയിറ്റേജ് ഉള്ളൂ, അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം, എന്നാലും കിട്ടാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒമിറ്റ് ചെയ്ത് വിട്ട് കളയുക. ഓക്കെ, സോ ഇങ്ങനെ ഒമിറ്റ് ചെയ്യാൻ വരുന്ന ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലാക്കി ഒമിറ്റ് ചെയ്യേണ്ട ടോപ്പിക്സും മാറ്റി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ പഠിച്ചാൽ കിട്ടുന്ന ടോപ്പിക്സ്, അതുപോലെ കുറച്ച് എഫേർട്ട് ഇട്ടാൽ പഠിച്ചാൽ മനസ്സിലാവും എന്ന് തോന്നുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് പഠിക്കാനായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ടഫസ്റ്റ് ആയിട്ട് തോന്നിയ ആ ടോപ്പിക്ക്, നിങ്ങൾക്ക് ഏതെങ്കിലും ബെറ്റർ ആയി തോന്നുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ച് പോകാവുന്നതാണ്. തീരെ ഒമിറ്റ് ചെയ്യാൻ തോന്നുന്ന ടോപ്പിക്സ്, വിട്ടുകളയാൻ ഉറപ്പ് തോന്നുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് വിട്ടുകളയാം. കുറച്ചെങ്കിലും ഓക്കെ എന്ന് തോന്നുകയാണ്, അത്യാവശ്യം നമുക്ക് പഠിച്ചാൽ കിട്ടുന്ന ടോപ്പിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനിയും സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റ് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ്, ടഫർ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ സെൽഫായിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ ഒരു സിലബസിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുക, നിങ്ങൾക്ക് വേണ്ട രീതിയിലാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചിലരെങ്കിലും ജോലിയുള്ളവരാണ്, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആണ്, അല്ലെങ്കിൽ വീട്ടിൽ മറ്റു കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നവരാണ്, പഠിക്കാൻ അത്ര ടൈം ഇല്ലാത്തവരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ടോപ്പിക്കിന്റെ ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം കുറവാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ആ ഒരു കാര്യം എക്സാമിന് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കണ്ടൻസ്, ടോപ്പിക്സ് ഇത് മനസ്സിലാക്കി അതിന് മാത്രം സ്ട്രെസ് കൊടുത്ത് പഠിക്കുന്ന രീതിയുണ്ട്.
അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ലാത്തവർ അല്ലെങ്കിൽ ടൈം കുറവാണ് എന്ന് തോന്നുന്നവർ അങ്ങനെ ചെയ്യാനായിട്ടെങ്കിലും ശ്രദ്ധിക്കുക. ഈ പറയുന്ന ടിപ്സ് യൂസ് ചെയ്ത് നിങ്ങൾ കുറച്ച് നാൾ ഈ ഒരു എഫേർട്ട് എടുത്ത് നോക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ കുറച്ചെങ്കിലും ബെറ്റർ ലെവൽ ഓഫ് കോൺഫിഡൻസിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. സ്നോ ട്രൗട്ട് എന്ന് പറയുന്നത് ഒരു കോൾഡ് വാട്ടർ ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് ആക്ച്വലി. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ച് പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കി നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ 7ാമത്തെ ബാച്ചായിട്ട് ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചായിട്ട് തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? വീക്ക്ലി അസസ്മെന്റ്സ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഫ്ലെക്സിബിൾ ലേണിങ്ങിന്, അതുപോലെ PDF നോട്ട്സ് ഉണ്ടായിരിക്കും ക്വിക്ക് റെഫറൻസിനായിട്ട്, ഫ്ലാഷ് കാർഡ്സ്, കീ ടേംസ്, ചാർട്ട്സ്, ടേബിൾസ് ഒക്കെ തന്നെയും അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരിക്കും, അതിൽ തന്നെ ആൻസേഴ്സും എക്സ്പ്ലനേഷൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. എക്സ്ട്രാ MCQs നിങ്ങളുടെ അഡീഷണൽ പ്രാക്ടീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആസ് സെഡ് നമ്മുടെ ലാബ് അസിസ്റ്റന്റ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലെയുള്ള +2 ലെവൽ കേരള PSC എക്സാംസിന് വരുന്ന മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കോഴ്സ് ഫീ വരുന്നത് 599 ആണ്. നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ട് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9995264596 ആണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇതുവരെ നമ്മൾ ചോദിച്ചിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാണ് ചെയ്തു തരുന്നത്. ഇനി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത് അപ്കമിങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സെഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വേണം, PYQs വേണം എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അപ്കമിങ് സെഷൻസ് ഏതാണ് വേണ്ടത് എന്നുള്ളതിൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. 9995264596 ആണ് നമ്പർ. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഐഡിയാസ്, സജഷൻസ് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിലും കമന്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് ഫയൽ പുതിയ എഡീഷൻ പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കി വേണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും ആ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. സോ അതും കൂടെ നോട്ട് ചെയ്യുക. കോൺഫിഡൻസ് ലെവൽ. എനിക്കറിയാം ഈ ഒരു എക്സാമിന്റെ സിലബസ് ചേഞ്ച് ആയതോടുകൂടി കംപ്ലീറ്റ് കോൺഫിഡൻസും കയ്യിൽ നിന്ന് പോയ ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. ഇനിയൊരു എക്സാമിൽ പ്രതീക്ഷയില്ല എന്ന് കംപ്ലീറ്റ് ആയിട്ട് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് 2023 ഈ ഒരു എക്സാം നടക്കുമ്പോൾ അന്നു മുതൽ ഈ ഒരു എക്സാമിന് വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ക്ലാസ്സസ് കൊടുക്കാനായിട്ട്, അതുപോലെ നോട്ട്സ്, ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അന്ന് മുതൽ എഫേർട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ ഈ ഒരു എക്സാമിന്റെ സിലബസ് മാറില്ല എന്ന് വളരെയധികം ഉറപ്പോടുകൂടി തന്നെയാണ് ചോദിച്ചും അറിഞ്ഞും കിട്ടിയ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ റിക്വസ്റ്റ് കാരണം റാങ്ക് ഫയൽ പുറത്തിറക്കിയതും. പക്ഷെ സഡൻ ആയിട്ടുള്ള ഈ ഒരു സിലബസ് ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ പോലെ തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവലിനെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നോക്കുകയാണെങ്കിലും റാങ്ക് ഫയല് ഒരുപാടധികം സ്റ്റോക്ക് ചെയ്ത് വെച്ച റാങ്ക് ഫയല് ഇപ്പോൾ ഇൻവാലിഡ് ആണ്. അതുപോലെ ഇതുവരെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രീറ്റ്മെന്റ് ഓർഗനൈസിന്റെ ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ എത്രത്തോളം ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? PYQ സെഷൻസ്, Q&A സെഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ചാലഞ്ച്, ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ചെയ്തു വരികയായിരുന്നു. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മുതൽ ഈ ഒരു എക്സാമിന്റെ സിലബസ് ചേഞ്ച് ആയി എന്ന് അറിയുന്നത് 2 ദിവസം മുന്നെയാണ്. അന്ന് വരെ ഇതിന് കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോഴ്സിലെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നോട്ട്സ്, ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ബാങ്കുകൾ എന്നിങ്ങനെ ഈ ഒരു ഏത് കോഴ്സിന് കൊടുക്കുന്ന പോലെ എല്ലാ കോഴ്സിനും എഫേർട്ട് ഇടുന്നത് പോലെ തന്നെ ഈ ഒരു കോഴ്സിനും ഇത്രയും നാൾ നടത്തിയ കോഴ്സിലും എഫേർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടാണെങ്കിലും എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനും ഒക്കെയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എത്ര നാളത്തെ എഫേർട്ടാണ് ഈ ഒരു എക്സാം എനിക്കും, അതുപോലെ ഈ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലാണെങ്കിലും റാങ്ക് ഫയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണെങ്കിലും എല്ലാത്തിലും എഫേർട്സും ടൈമും മണിയും ഒക്കെ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന റാങ്ക് ഫയൽ ഇൻവാലിഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ എമൗണ്ട് എല്ലാം നഷ്ടം വന്ന് ഇരിക്കുക തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചു കയറുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ കൂടെ പുതിയ സിലബസിന്റെ ചേഞ്ച് അനുസരിച്ച്, മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ ഹോപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ ട്രൈ ചെയ്യാതെ പോവരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.
എപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നമ്മുടെ എഫേർട്ടിന്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ടോ, എന്നിട്ടാണോ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഈ ഒരു സാധനം കിട്ടാതെ പോകുന്നത് എന്നുള്ളത്. സോ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, ഏതൊരു PSC എക്സാമിനും ഏതൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ എഫേർട്സ് ഇടുക. കാരണം നമ്മൾ എഫേർട്ട് ഇടാതെ എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിക്കുന്നത് നമുക്ക് അതിൽ നോ യൂസ് ആണ് അല്ലേ. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങളുടെ മാക്സിമം എഫേർട്സ് നിങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ, തയ്യാറാണെങ്കിൽ, എഫേർട്ട് ഇടാനും കൂടെ നിൽക്കാനും ഞാനും റെഡിയാണ് എന്നുള്ളതാണ്. സോ ഈ ഒരു എക്സാമിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, സിൻസിയറായിട്ട് എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാനായിട്ടും ഒരുമിച്ച് പഠിക്കാനായിട്ടും, സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അങ്ങനെ പഠിക്കാനായിട്ടും ശ്രമിക്കുക. ഇപ്പം എന്തെങ്കിലും മെന്റർ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനായിട്ടോ ഉണ്ടെങ്കിൽ വന്ന് ഷെയർ ചെയ്യുക. വാട്സപ്പ് നമ്പർ 9995264596 ആണ്. സോ എന്താണെങ്കിലും വന്ന് സംസാരിക്കുക, വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊരു യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ, സെഷൻസ് ചെയ്യാനായിട്ട് നമുക്കും ഒരു സന്തോഷവും ആഗ്രഹവും ഒക്കെ തോന്നുക. കാരണം വേറൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലോ അങ്ങനത്തെ ഒന്നും അല്ല, പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ട് എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്താൻ, നിങ്ങൾക്ക് വേണ്ടത് മാത്രം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വീഡിയോയും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സജഷൻസ് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ അറിയിക്കുമ്പോൾ അത് വലിയൊരു മോട്ടിവേഷനാണ് ഓരോ വീഡിയോ ചെയ്യാനും, അതുപോലെ ക്ലാസ്സസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സിൻസിയറായിട്ട്, ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല ഏത് എക്സാമിന് വേണ്ടിയിട്ടായാലും സിൻസിയറായിട്ട് എഫേർട്ട് ഇടുന്ന പഠിക്കുന്ന എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.